ദൈവനാമത്തിന് മഹത്വം. ഇന്ന് പുതിയ ഉടമ്പടി എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവിക ഉടമ്പടികളും യുഗാന്ത്യ നിവൃത്തിയും എന്ന ഒരു ഭാഗമാണല്ലോ നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അബ്രഹാമി ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, പലസ്തീനിയൻ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, ദാവീദിക ഉടമ്പടിയെക്കുറിച്ചും നമ്മൾ പരിശോധിച്ചു. ഇന്ന് ഈ പുതിയ ഉടമ്പടി, ദ ന്യൂ കവനൻ്റ്, പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രാരംഭമായിട്ട് ചില പഴയ നിയമ വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ ഒരു 2-3 വേദഭാഗങ്ങൾ, പുതിയ ഉടമ്പടിയെ സംബന്ധിക്കുന്ന 1-2 വേദഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇരമ്യാ പ്രവചനം 31-ാം അധ്യായം, അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഇരമ്യാവ് 31-ൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ 32-ാമത്തെ വാക്യം, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി മറ്റൊരു വേദഭാഗം, ഇരമ്യാ പ്രവചനം തന്നെ, അടുത്ത അധ്യായം 32-ാം അധ്യായം, അതിൻ്റെ 39-ഉം 40-ഉം വാക്യങ്ങൾ. ഇരമ്യാ പ്രവചനം 32-ാം അധ്യായം 39-ഉം 40-ഉം വാക്യങ്ങൾ. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. 40-ാം വാക്യം, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ ആക്കും. ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം, അതിൻ്റെ 26-ാമത്തെ വാക്യം. എഹെസ്കേൽ 36-26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പോൾ പുതിയ ഉടമ്പടിയെ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ചുള്ള 3 പഴയ നിയമ വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇനി ഈ 3 വാക്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ ഞാനൊന്ന് വ്യക്തമാക്കാം. ഒന്ന്, ഈ പുതിയ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പുതിയ ഹൃദയവും പുതിയ ആത്മാവുമാണ്. പുതിയ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പുതിയ ഹൃദയവും പുതിയ ആത്മാവുമാണ്. 2, ഈ പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തം വ്യക്തിപരമായ രക്ഷയെ അല്ല സൂചിപ്പിക്കുന്നത്. ഈ വാഗ്ദത്തം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വ്യക്തിപരമായ രക്ഷയല്ല, ദേശീയമായിരിക്കുന്ന രക്ഷയെയാണ് കുറിക്കുന്നത്. കാരണം 2 വാക്യങ്ങൾ, ഇരമ്യാവ് 31-ൻ്റെ 31 നമ്മൾ വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അപ്പോൾ വ്യക്തിപരമായ രക്ഷയല്ല, ഇസ്രായേൽ ജാതിയോട് പൊതുവിൽ ചെയ്യുന്ന ഒരു നിയമമായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 33-ാമത്തെ വാക്യത്തിലും ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉടമ്പടി വാഗ്ദത്തം അത് വ്യക്തിപരമായ രക്ഷയല്ല, ദേശീയമായിരിക്കുന്ന നാഷണൽ സാൽവേഷൻ, ദേശീയമായിരിക്കുന്ന രക്ഷയെയാണ് അത് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ പുതിയ ഉടമ്പടി ഇസ്രായേൽ ജാതിയോടുള്ളതാണ്. പുതിയ ഉടമ്പടി ഇസ്രായേൽ ജാതിയോടാണ് ചെയ്യുമെന്ന് പറയുന്നത്. ഇസ്രായേൽ ഗൃഹം, യഹൂദ ഗൃഹം എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ പുതിയ നിയമത്തെക്കുറിച്ചുള്ള, പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ഇങ്ങനെയാണ്. ഇരമ്യാ പ്രവചനം 31-ാം അധ്യായം 32-ാമത്തെ വാക്യം, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അപ്പോൾ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ ചെയ്ത നിയമം പോലെയല്ല. ആ നിയമം ന്യായപ്രമാണം, പഴയ നിയമം ന്യായപ്രമാണ ഉടമ്പടിയാണ്, മോശയിക ഉടമ്പടിയാണ്. അതുപോലെ അല്ല എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഈ പുതിയ ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജാതിയോടാണ്. 3 കാര്യങ്ങൾ, പഴയ നിയമത്തിൽ നിന്ന് പുതിയ ഉടമ്പടിയെ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച് 3 ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ആ 3 ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ പുതിയ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് പുതിയൊരു ഹൃദയവും
പുതിയൊരു ആത്മാവുമാണ്. രണ്ട്, ഈ ഉടമ്പടി വാഗ്ദത്തം, പുതിയ ഉടമ്പടി വാഗ്ദത്തം അത് വ്യക്തിപരമായ രക്ഷയെയല്ല, ദേശീയമായിരിക്കുന്ന നാഷണൽ സാൽവേഷൻ, ദേശീയ രക്ഷയാണ് കുറിക്കുന്നത്. കാരണം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് യഹൂദ ഗൃഹത്തോട് നിയമം ചെയ്യുമെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ഇസ്രായേൽ ജാതിയോടുള്ളതാണ്, ഇസ്രായേൽ ജാതിയോട് ചെയ്യും എന്ന് പറയുന്നു. അതായത് മിസ്രയീം ദേശത്ത് നിന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന നാളിൽ ചെയ്ത നിയമം പോലെയല്ല മറ്റൊരു നിയമം, പുതിയൊരു നിയമം ഞാൻ അവരോട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇസ്രായേൽ ജാതിയോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അത് വളരെ വ്യക്തമായിട്ട് ആ 3 പഴയ നിയമ വേദഭാഗങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി പുതിയ ഉടമ്പടിയും സഭയും ആ ശീർഷകത്തിൻ്റെ കീഴിൽ നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ടാണ് നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ പുതിയ ഉടമ്പടി അത് ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി പുതിയ ഉടമ്പടിയും സഭയും എന്ന ഒരു ശീർഷകത്തിൽ നിന്നുകൊണ്ട് ചില പുതിയ നിയമ വേദഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ലൂക്കോസ് 22-ന്റെ 20 നമ്മളത് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-25 നമ്മൾ കാണുന്നു, ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ ജാതിയോട് ചെയ്യും എന്ന് ദൈവം പറഞ്ഞ അതേ പുതിയ ഉടമ്പടിയാണോ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്, അതോ 2 വ്യത്യസ്ത പുതിയ ഉടമ്പടികളുണ്ടോ? പുതിയ നിയമത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയെ സംബന്ധിച്ചുള്ള പഴയ നിയമ വേദഭാഗങ്ങൾ വായിച്ചു, പുതിയ നിയമ വേദഭാഗങ്ങളും വായിച്ചു. ഇത് രണ്ടും വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉയർന്നു വരുന്ന ഈ ചോദ്യം. അതായത് ഇസ്രായേൽ ജാതിയോട് ഞാൻ ചെയ്യും എന്ന് ദൈവം പറഞ്ഞ അതേ പുതിയ ഉടമ്പടി തന്നെയാണോ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്, അതോ 2 വ്യത്യസ്ത പുതിയ ഉടമ്പടികളുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരേ ഒരു പുതിയ ഉടമ്പടി മാത്രമാണ് ഉള്ളതെങ്കിൽ അത് ഇസ്രായേൽ ജാതിയോട് മാത്രമായി ചെയ്യുന്നതാണെങ്കിൽ ദൈവസഭ അതുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ 2 ചോദ്യങ്ങൾക്കുമാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുവാൻ ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, ഇസ്രായേൽ ജാതിയോട് ദൈവം ചെയ്യും എന്ന് പറഞ്ഞ അതേ പുതിയ ഉടമ്പടി തന്നെയാണോ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്? ഒന്നാമത്. അതോ 2 വ്യത്യസ്ത പുതിയ ഉടമ്പടികളുണ്ടോ? രണ്ടാമതായിട്ട്, ഒരേ ഒരു പുതിയ നിയമം, ഒരേ ഒരു പുതിയ ഉടമ്പടി മാത്രമാണ് ഉള്ളതെങ്കിൽ അത് ഇസ്രായേൽ ജാതിയോട് മാത്രമായി ചെയ്യുന്നതാണെങ്കിൽ ദൈവസഭ അതുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഈ സഭ ഈ പുതിയ ഉടമ്പടിയുമായി അല്ലെങ്കിൽ പുതിയ നിയമമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് ഈ പ്രീ മിലേനിയലിസം, അതായത് അക്ഷരീകമായ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച വിശ്വസിക്കുന്നവരുടെ ഇടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ചുരുക്കമായിട്ട് പരാമർശിച്ചിട്ട് തിരുവെഴുത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സഭ എപ്രകാരം പുതിയ ഉടമ്പടിയുമായി, പുതിയ നിയമമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച് പ്രീ മിലേനിയലിസം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അക്ഷരീകമായിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ച വിശ്വസിക്കുന്നവരുടെ ഇടയിൽ തന്നെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഒന്നാമത്തേത്, 2 പുതിയ ഉടമ്പടികൾ ഉണ്ടെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു. 2 പുതിയ ഉടമ്പടികളുണ്ട്. അതിലൊന്ന്, ദൈവം ഇസ്രായേലുമായിട്ട് ഒരു പുതിയ ഉടമ്പടി ചെയ്തു, അതുപോലെ ക്രിസ്തു സഭയുമായിട്ട് മറ്റൊരു പുതിയ ഉടമ്പടി ചെയ്തു. ഇങ്ങനെ 2 വ്യത്യസ്ത ഉടമ്പടികളുണ്ടെന്ന് ഒരു കൂട്ടം പ്രീ മിലേനിയലിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, ക്രിസ്തു സഭയുമായി ഒരു പുതിയ ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടി ഏതാണ്? സഭയുമായി ചെയ്തിട്ടുള്ള പഴയ ഉടമ്പടി ഏതാണ്? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് നമുക്കത് അവിടെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തു സഭയുമായിട്ടൊരു പഴയ ഉടമ്പടി ചെയ്തതായിട്ട് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യം തിരുവെഴുത്ത് പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല, ഈ ചിന്താഗതി അനുസരിച്ച്, അതായത് ദൈവം ഇസ്രായേലുമായിട്ടൊരു പുതിയ ഉടമ്പടി ചെയ്തു, സഭയുമായിട്ടൊരു പുതിയ ഉടമ്പടി ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെ മറ്റൊരു അപകടം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സഭയെ ഒരു ഉടമ്പടിയുടെ കീഴിലേക്ക് ഈ വാദം കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഉടമ്പടിയുടെ ജനം എന്ന് പറയുന്നത്, കവനന്റ് പീപ്പിൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതി മാത്രമാണ്. സഭ ഒരിക്കലും കവനന്റ് പീപ്പിൾ, ഉടമ്പടിയുടെ ജനമല്ല. അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ധാരാളം അപ്പോസ്തല പ്രവൃത്തികൾ 3:25, റോമാലേഖനം 9:4 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഉടമ്പടി, വാഗ്ദത്തങ്ങളും നിയമങ്ങളും അവർക്കുള്ളത്
ഉടമ്പടിയുടെ ജനം നിങ്ങളാകുന്നു, പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ എന്നൊക്കെ ആവർത്തിച്ച് ഇസ്രായേൽ പുരുഷന്മാരോട് പറയുന്നതായിരിക്കുന്ന ഇസ്രായേൽ ജനതയോട് പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും ദൈവം സഭയോട് ഒരു ഉടമ്പടി ചെയ്തിട്ടില്ല. സഭയെ ഒരു ഉടമ്പടിയെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ്. ഉടമ്പടിയുടെ ജനം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ മാത്രമാണ്. അപ്പോൾ 2 പുതിയ ഉടമ്പടികളുണ്ട് എന്നുള്ള വാദം നമുക്ക് തള്ളിക്കളയാം. മറ്റൊന്ന്, പുതിയ ഉടമ്പടിക്ക് 2 ഭാഗങ്ങൾ, ഒരു ഡ്യുവൽ ഡിസൈൻ ഉണ്ട് എന്ന് ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ 2 നിലയിലുള്ള പ്രയോഗ സാധ്യതകളുണ്ട് എന്ന് വാദിക്കുന്നു. അതായത് ഉടമ്പടിയുടെ ഒരു ഭാഗം ഇസ്രായേൽ ജാതിയോട് ബന്ധപ്പെട്ടുള്ളതാണ്, അത് 1000-ാം ആണ്ട് വാഴ്ചയിൽ അക്ഷരികമായിട്ട് നിവൃത്തിയാകും. ഇനി 2ാമത്തെ ഭാഗം സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് പുതിയ ആ 2ാമത്തെ ഭാഗം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോട് ബന്ധപ്പെട്ട് സഭയിൽ നിവൃത്തിയാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതും നമ്മൾ ഈ ഉടമ്പടിക്ക് 2 ഭാഗങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും അപ്പോഴും സഭയെ അതൊരു ഉടമ്പടിയുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതിയ ഉടമ്പടി, എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തിൽ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു വിഷയമെന്ന് പറഞ്ഞാൽ, പുതിയ ഉടമ്പടി ദൈവം ഇസ്രായേൽ ജാതിയോട് മാത്രമായിട്ട് ചെയ്തതാണ്. പുതിയ ഉടമ്പടി ദൈവം ഇസ്രായേൽ ജാതിയോട് മാത്രമായി ചെയ്തതാണ്. അതിലെ വാഗ്ദത്തങ്ങൾ അക്ഷരീകമായിട്ട് 1000-ാം ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ നിറവേറ്റപ്പെടും. ഒരിക്കൽ കൂടെ പറയാം, പുതിയ ഉടമ്പടി ദൈവം ഇസ്രായേൽ ജാതിയോട് മാത്രമായി ചെയ്തതാണ്. അതിലെ വാഗ്ദത്തങ്ങൾ അക്ഷരീകമായി ഇസ്രായേൽ ജാതി 1000-ാം ആണ്ട് വാഴ്ചയിൽ നിറവേറ്റപ്പെടും. അങ്ങനെയെങ്കിൽ സഭ ഈ പുതിയ ഉടമ്പടിയുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? അതിനാണ് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പുതിയ ഉടമ്പടിയുമായിട്ട് സഭ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? സഭ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവാണ് പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്നുള്ളതിനാൽ ക്രിസ്തു മുഖാന്തരം പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളിലേക്ക് സഭയ്ക്ക് പ്രവേശനം ലഭിക്കുകയാണ്. ക്രിസ്തു മുഖാന്തരം ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടാത്ത, ദൈവം ഉടമ്പടി ചെയ്തിട്ടില്ലാത്ത ജാതികൾക്ക് ഉടമ്പടിയിലെ അനുഗ്രഹങ്ങൾ ക്രിസ്തു മുഖാന്തരം ലഭിക്കുവാനുള്ള സാധ്യതയാണ് നാം കാണുന്നത്. എഫേസ്യർ 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ, സ്ട്രേഞ്ചേഴ്സ് ടു ദ കവനൻസ് ഓഫ് പ്രോമിസ്. വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടികൾക്ക്, അല്ലെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക്, വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടികൾക്ക് നമ്മൾ അന്യരാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ക്രിസ്തു ആയതുകൊണ്ട് ഈ പുതിയ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കീഴിലേക്ക്, പുതിയ ഉടമ്പടിയുടെ കീഴിലേക്കല്ല, ആ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കീഴിലേക്ക് ദൈവസഭ വരികയാണ്. അത് ഏതെല്ലാം നിലയിലാണ് സഭ ഈ പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നത്? നമുക്കറിയാം, പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത്, സ്ഥാപിതമാകുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. കാൽവറി ക്രൂശും ആ മരണമുഖാന്തരമാണ് പുതിയ ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നത്. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 50-51 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങൾ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല, പുതിയ നിയമം പ്രാബല്യത്തിൽ, അല്ലെങ്കിൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ തിരശീലയാണ് മേൽ തൊട്ട് അടിയോളം 2ആയിട്ട് ചീന്തിപ്പോയത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും ഉണ്ടായിരുന്നു, അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേര്. 2-ാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരമുണ്ടായിരുന്നു. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് സാക്ഷ്യപ്പെട്ടകം, ആ സാക്ഷ്യപ്പെട്ടകത്തിന് മീതെയാണ് കൃപാസനം. ആ കൃപാസനത്തിൽ ആണ് ദൈവം വെളിപ്പെട്ട്, ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിനോട് ഇടപെടുന്നത്. അവിടേക്ക് ആണ്ടിലൊരിക്കൽ, ന്യായപ്രമാണ പ്രകാരം ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനും മാത്രമാണ് പ്രവേശനം. അതായത് ന്യായപ്രമാണ ഉടമ്പടി പ്രകാരം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ തിരശീലയാണ്. ഈ തിരശീലയാണ് മേൽ തൊട്ട് അടിയോളം 2ആയി ചിന്തിപ്പോയത്. എന്നാൽ ഈ ഒരു അനുഭവത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേൽ ഇപ്പോഴും പ്രവേശിച്ചിട്ടില്ല.
ഈ ഒരു അനുഭവത്തിലേക്ക്, ഈ ഒരു അനുഗ്രഹത്തിലേക്ക് ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേലിന് ഇപ്പോഴും പ്രവേശിക്കുവാൻ സാധിച്ചിട്ടില്ല. അതിന് അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ ഈ ഒരു അനുഭവത്തിലേക്ക്, ഈ ഒരു ആത്മീയ നന്മയിലേക്ക്, ഈ ഒരു അനുഗ്രഹത്തിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കണമെങ്കിൽ, ഒരു ജാതി എന്ന നിലയിൽ ആ നിലയിൽ അവർ പ്രവേശിക്കപ്പെടണമെങ്കിൽ രാജകീയ പുരോഹിതനായ ക്രിസ്തുവിനെ അവർ അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. അത് സാധ്യമാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെങ്കിലാണ്. അന്ന് മാത്രമാണ് ഈ പുതിയ ഉടമ്പടിയിലെ അനുഗ്രഹമായ നിയർനെസ് ടു ഗാഡ്, ദൈവ സാന്നിധ്യം, ദൈവ സാമീപ്യം അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സഹസ്രാബ്ദ ദേവാലയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു തിരശീലയെക്കുറിച്ചോ മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന ഒരു മഹാപുരോഹിതനെക്കുറിച്ചോ അവിടെ പരാമർശമില്ലാത്തത്. കാരണം മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം യേശു ക്രിസ്തുവാണ് മഹാപുരോഹിതനായിട്ട് ക്രിസ്തു അവിടെ അന്നുണ്ടാകുമെന്നുള്ളത് വ്യക്തമായി തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇസ്രായേലിന് ഇപ്പോൾ അനുഭവവേദ്യമല്ലാത്ത ഈ അനുഗ്രഹങ്ങൾ സഭ ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഇന്ന് സഭയ്ക്ക് അത് അകാല പ്രജ എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അകാല പ്രജയായ സഭ ഇന്നത് അനുഭവിക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർ 10-19 മുതൽ 22 വരെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, ന്യൂ ആൻഡ് ലിവിങ് വേ, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ ഇസ്രായേലിന് ഇന്നും അനുഭവിക്കുവാൻ സാധിക്കാത്ത, ഇസ്രായേലിന് ഒരു ജാതി എന്ന നിലയിൽ ഇന്നും അനുഭവവേദ്യമാകാത്ത ആ അനുഗ്രഹം ഇസ്രായേലിന് മുന്നമേ സഭയ്ക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഈ 10-ാം അധ്യായം തുടർന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് നമ്മൾ കാണുന്നു. കാരണം ഇസ്രായേലിന് ഇന്നും അന്യമായിരിക്കുന്ന ആ വിശുദ്ധ സ്ഥലത്തേക്ക്, ആ അതിപരിശുദ്ധ സ്ഥാനത്തേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട്, പരമാർത്ഥ ഹൃദയത്തോടെ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാനായിട്ട് ഒരു പുതിയ വഴി ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. അത് ഈ പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിലേക്കാണ് ഇസ്രായേലിന് മുൻപേ, അതായത് സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ഇസ്രായേൽ ജാതിക്ക് വേണ്ടി കരുതി വെച്ച അനുഗ്രഹങ്ങൾ, സഹസ്രാബ്ദ വാഴ്ചയിൽ ഇസ്രായേൽ ജാതി അനുഭവിക്കുവാൻ ദൈവം കരുതി വെച്ച അനുഗ്രഹങ്ങൾ ഇന്ന് സഭ അനുഭവിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അനുഭവവേദ്യമാകുവാനായിട്ട് ഇസ്രായേലിന് മുമ്പേ സഭയ്ക്ക് സാധിച്ചു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11 വാക്യങ്ങൾ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ, ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ, പ്രത്യാശയില്ലാത്തവർ, ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു ഓർത്തുകൊള്ളുവിൻ. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യതകൾ ഒരു പുതു വഴിയിലൂടെ ക്രിസ്തു നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സഭയുമായിട്ടല്ല ഈ ഉടമ്പടി ചെയ്തത്. പുതിയ ഉടമ്പടി ദൈവം ചെയ്തത് ഇസ്രായേൽ ജാതിയോടാണ്. പ്രാവചനിക ഉടമ്പടികളെല്ലാം, വാഗ്ദത്ത ഉടമ്പടികളെല്ലാം, ഉടമ്പടിയുടെ ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതിയോടാണ്. ഇസ്രായേൽ ജാതി ഒഴികെ വേറെ ആരോടും ദൈവം ഒരു ഉടമ്പടിയും ചെയ്തതായിട്ട് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹത്തിൻ്റെ കീഴിലേക്ക് വരുവാൻ സഭയ്ക്ക് സാധിച്ചു. കാരണം ഈ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ് എന്നുള്ളതാണ്. പുതിയ ഉടമ്പടിയിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ഇസ്രായേലിന് മുൻപേ സഭ അനുഭവിക്കുകയാണ്. ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീരുവാനായിട്ട് സഭയ്ക്ക് സാധിക്കണം. ഇസ്രായേലിന് മുന്നമേ സഭയ്ക്ക് ആ ഭാഗ്യം ലഭിക്കുകയാണ്. നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവർ. ഇവിടെ ശ്രദ്ധായമായ ഒരു സംഗതി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുൻപേ ദൂരസ്ഥരായിരുന്ന, നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. ദൂരസ്ഥരായിരുന്ന നിങ്ങൾ സമീപസ്ഥരായി തീർന്നു. ഇനി ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, 17-ാമത്തെ വാക്യം, അവൻ വന്ന്
ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അപ്പോൾ ദൂരസ്ഥർ എന്ന് പറയുന്ന ജാതികളാണ്, സമീപസ്ഥർ എന്ന് പറയുന്നത് ഇസ്രായേലരാണ്, ഇസ്രായേൽ പൗരത്വമുള്ളവരാണ്. രണ്ടു കൂട്ടരോടും സമാധാനം സുവിശേഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൂരസ്ഥരോടും സുവിശേഷിച്ചു, സമീപസ്ഥരോടും സുവിശേഷിച്ചു. എന്നിട്ട് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. ഇരുപക്ഷത്തെയും, അതായത് ദൂരസ്ഥരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരെയും സമീപസ്ഥരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരെയും ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയാണ്. ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിക്കുകയാണ്. സഭ ഒരിക്കലും പഴയതിൻ്റെ തുടർച്ചയല്ല. ആത്മീക ഇസ്രായേലിൻ്റെ തുടർച്ചയാണ് ദൈവസഭ എന്ന വാദത്തെ പൗലോസ് ഇവിടെ വളരെ മനോഹരമായിട്ട് ഖണ്ഡിക്കുകയാണ്. നമ്മൾ ഈ ഭാഗം സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഒരിക്കലും പഴയതിൻ്റെ തുടർച്ചയല്ല, ഒരു പുതിയ എൻറ്റിറ്റിയാണ്. ഒരു 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 തീർത്തും പുതിയതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു, ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് ദൂരസ്ഥരോടും സമാധാനം സുവിശേഷിച്ചു, സമീപസ്ഥരോടും സമാധാനം സുവിശേഷിച്ചു. ഈ രണ്ടു കൂട്ടരിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവരെ ചേർത്ത് ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ച് ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിക്കുകയാണ്. എന്നാൽ ഈ പുതിയ ഉടമ്പടിയുടെ യുഗാന്ത്യ നിവൃത്തിയെക്കുറിച്ച്, അന്ത്യകാല നിവൃത്തിയെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിങ്കൽ അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റിക്കളയും. വാസ്തവത്തിൽ ഇസ്രായേൽ രാഷ്ട്രം 7 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹാപീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ഈ മശിഹായെ സ്വീകരിക്കുവാൻ, രാജകീയ പുരോഹിതനായ മശിഹായെ അംഗീകരിക്കുവാനായിട്ട് ദൈവം അവരെ ഒരുക്കുന്നതാണ്. ഒരു യഥാസ്ഥാപനത്തിനായിട്ട്, ഒരു മടങ്ങിവരവിനായിട്ട്, കുത്തിയവങ്കിലേക്ക് നോക്കുവാനായിട്ട് ദൈവം അവരെ ഒരുക്കുന്ന രംഗമാണ് 7 വർഷം നീണ്ടു നിൽക്കുന്ന മഹാപീഡനം. അതിനെക്കുറിച്ചും നാം വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ആ മടങ്ങിവരവിലാണ് യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റി ആ പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹത്തിലേക്ക്, യഥാർത്ഥമായ ആ അനുഭവത്തിലേക്ക് ഇസ്രായേൽ ജാതി വരാനായിട്ട് പോകുന്നത്. യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റി അവരുടെ പാപങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടുമെന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജാതി സഹസ്രാബ്ദ വാഴ്ചയിൽ അനുഭവിക്കുവാൻ പോകുന്ന ആ ആത്മീക അനുഗ്രഹങ്ങൾ ഇന്ന് പുതിയ നിയമസഭയാകുന്ന, പുതിയ നിയമ വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഏക കാരണം ഈ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ് എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ നിലയിൽ നമ്മോട് ഇടപെട്ട, നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മെ ഈ നിലയിൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമ്മെ സ്വർഗീയ പൗരന്മാരാക്കി തീർത്ത ദൈവത്തോട് നമുക്ക് എത്ര നന്ദിയുള്ളവരായിരിക്കണം. അവൻ്റെ യുഗാന്ത്യ പദ്ധതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.